ഹരേ കൃഷ്ണ, രാധേ രാധേ ശ്യാം. ഓങ്കും ഗുരുഭ്യോ നമഃ. ഭക്തൻ്റെ വിഷമം കണ്ടു കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പന് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അത് ഭഗവാന് വേദനയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടിവരയിട്ട് പറയട്ടെ, ഭക്തൻ്റെ വേദന കണ്ടാൽ ആദ്യം ഓടിയെത്തുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ട് തന്നെ ആ ഭക്തൻ്റെ വിഷമത്തിൽ പങ്കുചേർന്ന് ആ വിഷമം ഇല്ലാതാക്കി തീർക്കുന്നവനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ നിന്നും ആ അനുഭവ കഥകളിലൂടെയൊക്കെ നമ്മളത് ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്ന് ഒരമ്മയ്ക്കുണ്ടായ അമ്മയുടെ മനോവിഷമത്തിൽ അത് കണ്ടിട്ട് ഭഗവാൻ ആ അമ്മയുടെ വിഷമം മാറ്റിക്കൊടുത്ത ഒരത്ഭുത സംഭവമാണ് പറയുന്നത്. ആ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പാവപ്പെട്ട ഒരു നിർദ്ധനയായ കുടുംബത്തിലെ ആളാണ്. വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരമ്മയാണ്. അധികം പ്രായമൊന്നുമില്ല, 2 കൊച്ചു കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ വേണമെങ്കിൽ ചേച്ചി എന്നൊക്കെ വിളിക്കാം. എങ്കിൽ പോലും 2 കുട്ടികൾക്ക് ജന്മം കൊടുത്ത് ഒരു മാതൃത്വമുള്ള ഒരാളെ അമ്മ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ സാധിക്കുക? അപ്പോൾ ആ അമ്മ 2 കുട്ടികളെയും നന്നായി നോക്കി കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ട് വളർത്തുകയാണ്. ആ കുട്ടികൾ നന്നേ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അവരുടെ അച്ഛൻ, അതായത് ആ അമ്മയുടെ ഭർത്താവ്, മരിച്ചുപോയി. ചെറിയ ചെറിയ ജോലികളും അതും ഇതുമൊക്കെ ചെയ്താണ് ആ അമ്മ കുടുംബം പുലർത്തുന്നത്, മക്കളെ നോക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. അമ്മയുടെ ഒരസ്വസ്ഥത എന്ന് പറയുന്നത് ദേഹമാസകലം ചൊറിച്ചിലും കയ്യിലും കാലിലുമൊക്കെ ചെറിയ ചെറിയ വ്രണങ്ങളുമൊക്കെയുണ്ട്. അതെപ്പോഴും ആ അമ്മയെ അലട്ടുന്നു. നല്ല ചൊറിച്ചിലുണ്ട്, കൈകളിലൊക്കെ ചൊറി പോലെ അല്ലേ, ചെറിയ ചെറിയ വ്രണങ്ങളാണ്, അതിൽ നന്നായി വേദനയുണ്ട്. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ കുറ്റം പറയും, അല്ലെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അല്ലെ പറയും നാറുന്നു എന്നൊക്കെ പറയും, അല്ലെ നാറ്റം വരുന്നു, അല്ലെ എന്താ പറയുന്നത് ബാഡ് സ്മെല്ല് വരിക എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയും അവർ. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാണ്. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, പക്ഷേ തൻ്റെ ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. തൻ്റെ ഈ വ്രണത്തിലെ വേദനയും അസഹ്യതയും കൊണ്ട് മക്കളുടെ കാര്യം പോലും നന്നായി നോക്കാൻ സാധിക്കുന്നില്ല. അച്ഛനില്ലാത്ത കുട്ടികളല്ലേ, അപ്പം ജോലിയൊക്കെ ചെയ്യണം അമ്മയ്ക്ക്, അല്ലേ, വീട് നന്നായി പുലർന്നു പോകണ്ടേ. അപ്പോൾ ഇതിനെല്ലാം ഇതൊരു തടസ്സമാണ്. ഈ വേദനയും വ്രണങ്ങളുമെല്ലാം ഒരു തടസ്സമാണ്. അങ്ങനെ ഇരിക്കെ ആ അമ്മയുടെ അടുക്കൽ ആരോ പറഞ്ഞു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ചേന വഴിപാടായി തിരുനടയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ വ്രണങ്ങളൊക്കെ മാറും, ഈ ചൊറിച്ചിലും അലർജിയും ഒക്കെ മാറുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് ഒരു ആശ്വാസമായി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ആ പാവപ്പെട്ട അമ്മയ്ക്ക് അത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ ചെന്ന് ചേന സമർപ്പിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ അമ്മ ഒരു കാര്യം ചെയ്തു. അമ്മ നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ വിഗ്രഹം അല്ലെ ആ ഫോട്ടോ വെച്ചിരിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ ഈ വേദന അല്ലെങ്കിൽ വ്രണങ്ങളൊക്കെ ഈ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറ്റിത്തരണേ. ഞാൻ ഭഗവാന്റെ തിരുനടയിൽ ആ തിരുസന്നിധിയിൽ കൊണ്ട് ചേന വഴിപാടായി സമർപ്പിച്ചു കൊള്ളാം. എന്നെ അനുഗ്രഹിക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് 1 രൂപ നാണയം എടുത്തൊഴിഞ്ഞ് ആ വിളക്കിൻ്റെ അടുക്കിൽ വെച്ചു. എന്തോ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നുന്ന പോലെ തോന്നി. തൻ്റെ വേദനകളൊക്കെ ഒന്ന് മാറിപ്പോകുന്നത് പോലെ തോന്നി. ശരീരത്തൊക്കെ അല്ലെ മനസ്സിനുമൊക്കെ ഒരു ആശ്വാസം തോന്നിയതുപോലെ തോന്നുന്നു. എന്തായാലും ഒരു 3, 4, 5, 6 മാസം ഒക്കെ ആയി ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മയ്ക്ക് ചൊറിച്ചിലൊക്കെ നന്നായിട്ട് മാറി, വ്രണങ്ങളൊക്കെ കരിഞ്ഞു തുടങ്ങി. ഒരുപാട് ആശ്വാസമായി അമ്മയ്ക്ക്. നല്ലപോലെ ജോലി ചെയ്യാൻ സാധിക്കുന്നു, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഏകദേശം 1 വർഷക്കാലമായപ്പോൾ ശരീരത്തെ വ്രണങ്ങളെല്ലാം മാറി, ചൊറിച്ചിലും എല്ലാം മാറി. ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർ കുട്ടികളുടെ കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങളിലും ഒക്കെ മുഴുകി ഇങ്ങനെ ജീവിക്കുകയാണ്. ഒരു കാര്യം മറന്നു. ഭഗവാന് ആ ഉണ്ണിക്കണ്ണന് ചേന സമർപ്പിക്കുന്ന കാര്യം മറന്നുപോയി. അങ്ങനെ ഏകദേശം 1.5 വർഷക്കാലം ഇങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ അമ്മയ്ക്ക് തോന്നുകയാണ്, തൻ്റെ ദേഹത്തെല്ലാം വീണ്ടും ചൊറിച്ചിൽ വരുന്നത് പോലെ തോന്നുന്നു. ചെറിയ ചെറിയ വ്രണങ്ങൾ ഉണ്ടാകാനുള്ള മുറിപ്പാടുകൾ പോലെ, എന്താ പറയുക, ചെറിയ ചെറിയ കുമിളുകൾ പോലെ ശരീരത്തൊക്കെ കാണുന്നു. അമ്മയ്ക്ക് സങ്കടമായി. ദൈവമേ, കൃഷ്ണ ഗുരുവായൂരപ്പ, ഇനി
ആ അസുഖമെങ്ങാനും തിരിച്ചു വീണ്ടും വരികയാണോ എന്നുള്ള പേടിയും ഭീതിയും ഒക്കെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ മുറ്റത്തും ഇറങ്ങി പറമ്പിലും ഒക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പറമ്പിലെല്ലാം ചേന മുളയ്ക്കുന്നതായിട്ടും ഒക്കെ അമ്മയ്ക്ക് കാണാൻ സാധിച്ചു. കുറേ 5-8 ചേനകളൊക്കെ ഇങ്ങനെ മുളച്ചു നിൽക്കുന്നു. ആ സമയത്ത് ദേഹത്ത് ചെറിയൊരു ചൊറിച്ചിലും വ്രണങ്ങൾ ഉണ്ടാകുന്ന പാടുകൾ പോലെയൊക്കെ തോന്നുന്നു. അമ്മയ്ക്ക് പേടിയുമൊക്കെയുണ്ട്. ആ ചേന മുളച്ചത് കണ്ടപ്പോഴാണ് അമ്മ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തത്. എൻ്റെ ശരീരത്തെ ഈ വ്രണങ്ങൾ മാറുകയാണെങ്കിൽ ഭഗവാന് ചേന വഴിപാടായി സമർപ്പിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അത് സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഭഗവാൻ ആ അസുഖമൊക്കെ മാറ്റി തന്നതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ദേഹത്ത് അത് വീണ്ടും വരുന്നു. ചേനകൾ മുളച്ചിരിക്കുന്നു. പക്ഷേ താൻ ഒരു കാര്യം മറന്നുപോയി. ഭഗവാന് ചേന സമർപ്പിക്കുന്ന കാര്യം താൻ മറന്നുപോയി. താൻ മഹാപരാധം ചെയ്തു എന്ന കുറ്റബോധം അവരെ ഇങ്ങനെ വേട്ടയാടി. സങ്കടമായി. ഭഗവാൻ അസുഖം മാറ്റി കൊടുത്തതാണ്. അപ്പോൾ വാക്ക് ഭഗവാൻ പാലിച്ചു, പക്ഷേ താൻ വാക്ക് പാലിച്ചില്ല. ഭഗവാന് സമർപ്പിക്കാമെന്ന് അസുഖം മാറ്റിയിട്ടും താൻ ആ വഴിപാട് നടത്തിയില്ല. സങ്കടമായി, വിഷമമായി, മനസ്സിലിങ്ങനെ സങ്കടം അലയടിക്കുകയാണ്. എന്തായാലും അമ്മ ഒരു കാര്യം തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് ഗുരുവായൂർ പോകുവാൻ. അങ്ങനെ ചേനയൊക്കെ കൊണ്ട് അമ്മ ഗുരുവായൂർ സന്നിധിയിലെത്തി. ഭഗവാന്റെ ആ തിരുസന്നിധിയിൽ അതിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചേന വഴിപാടായി അവിടെ സമർപ്പിച്ചു. ആ ചേന വഴിപാടായി സമർപ്പിച്ചിട്ടും അമ്മയ്ക്ക് സങ്കടം ഇങ്ങനെ അലയടിക്കുകയാണ്. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ വളരെ ദുഃഖിതയും അല്ലെങ്കിൽ കഷ്ടപ്പാടും ഒക്കെ സഹിച്ച് ജീവിക്കുന്ന ഈ പാവമായ എൻ്റെ ഒരു പ്രാർത്ഥന അങ്ങ് കേട്ടു, എൻ്റെ അസുഖങ്ങൾ മാറ്റി. പക്ഷേ താൻ എന്താ ചെയ്തേ? ഭഗവാന് സമർപ്പിക്കാമെന്ന് പറഞ്ഞ ചേന താൻ സമർപ്പിച്ചില്ല. അത് ഞാൻ മറന്നുപോയി, ഞാൻ ഭഗവാനെ മറന്നുപോയി, എന്നോട് പൊറുക്കണേ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൊഴുതു വെളിയിലിറങ്ങി. അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന്, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ആ നിലത്തിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് പിന്നെയും ഭഗവാനോട് മാപ്പ് ഇരക്കുകയാണ്. ഭഗവാനെ എന്നോട് പൊറുക്കണേ, അങ്ങൻ്റെ അസുഖം മാറ്റി തന്നു, പക്ഷേ എനിക്ക് അങ്ങേക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല, എന്നോട് പൊറുക്കണേ എന്നും പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മ പറയുന്നു, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാഷായ വസ്ത്രധാരിയായ ഒരു ചെറുപ്പക്കാരൻ, ഒരു തേജസ്വിയായ ഒരാൾ വന്നിട്ട് ആ അമ്മയോട് ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മയെ കരയണത് എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തൻ്റെ അസുഖത്തെപ്പറ്റി പറഞ്ഞു, താൻ ഭഗവാന് വേണ്ടി വഴിപാട് നേർന്നത് പറഞ്ഞു, ഭഗവാൻ ആ അസുഖം മാറ്റി തന്നത് പറഞ്ഞു. പക്ഷേ പിന്നീട് താൻ മറന്നുപോയതും പിന്നീട് അസുഖത്തിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെ കാണിച്ചതുമൊക്കെ ഇങ്ങനെ ആ അമ്മ ആ തേജസ്വിയായ കാഷായ വസ്ത്രധാരിയോട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, താൻ ആ വഴിപാട് കഴിക്കാഞ്ഞതുകൊണ്ടാണ് എനിക്ക് വീണ്ടും അസുഖം വരാൻ തുടങ്ങിയത്. ഭഗവാനോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആ കാഷായ വസ്ത്രധാരിയോട് പറയുകയാണ്. അപ്പോൾ ആ കാഷായ വസ്ത്രധാരിയായ ആ തേജസ്വിയായ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അമ്മയോട് പറയുകയാണ്, അമ്മ എന്തിനാണ് ഇങ്ങനെ കരയണത്? അമ്മ കരയേണ്ട, സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. അമ്മ ഒരു വഴിപാട് നേർന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തൻ വഴിപാട് നേർന്നിട്ട് അത് തനിക്ക് തന്നില്ല, എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് ദേഷ്യം കൊണ്ടിട്ട് അവർക്ക് ആ അസുഖമോ എന്തെങ്കിലും കാര്യമോ തിരിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ രോഗപീഠകൾ തിരിച്ചു കൊടുക്കുന്ന ആളല്ല ഭഗവാൻ. അവരെ രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. നമ്മൾ എന്തെങ്കിലും വഴിപാട് നേർന്നുവെങ്കിൽ അത് നമ്മെ ഭഗവാൻ ഓർമ്മിപ്പിക്കും, അത് തീർച്ചയാണ്. പക്ഷേ അത് നമ്മൾ കൊടുത്തില്ല എന്ന് കരുതി നമ്മളെ ശിക്ഷിക്കുന്ന ആളല്ല ഭഗവാൻ. അമ്മയെ ഒരിക്കലും ഭഗവാൻ ശിക്ഷിച്ചതല്ല. അമ്മയെ ആ ഭഗവാൻ വഴിപാടിൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ സങ്കടപ്പെടണ്ട. ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ലീല അമ്മയ്ക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഭഗവാൻ ഒരു ലീല കാട്ടിയതാണ്. അതുകൊണ്ട് അമ്മ സങ്കടപ്പെടണ്ട. അമ്മ എല്ലാം അവിടെ സമർപ്പിച്ചില്ലേ, ഇനി സന്തോഷവതിയായിട്ടിരിക്കൂ, ഇനി എന്തിനാ പേടിക്കണേ? അതുകൊണ്ട് ഇതാ തൻ്റെ കയ്യിൽ ഭഗവാന്റെ മുഖത്ത് ചാർത്തിയ കളഭം എൻ്റെ കയ്യിലുണ്ട്, ആ ചന്ദനം എൻ്റെ കയ്യിലുണ്ട്, ഇത് അമ്മയുടെ കയ്യിലേക്ക് സ്വീകരിക്കൂ. എന്നിട്ട് ആ ചൊറിച്ചിലുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ആ മുറിവ് പോലെ തോന്നുന്ന, വ്രണം പോലെ തോന്നിടത്തോ ഇതൊക്കെ ഒന്ന് പുരട്ടൂ. എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷമായി വീട്ടിലേക്ക് പോയാലും എല്ലാം മംഗളകരമായി നടക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഭഗവാന്റെ ആ പൂമേനിയിൽ ചാർത്തിയ കളഭം ആ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം ആ തേജസ്വിയായ ആ കഷായ വസ്ത്രധാരിയായ അദ്ദേഹം നടന്നു നീങ്ങി. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ആ തിരുനടയിൽ നിന്ന്, ആ ശ്രീലകത്ത് നിന്ന് ഭഗവാൻ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞതുപോലെ തോന്നി. ആ അമ്മ പറയുന്നു, വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അമ്മ പറയുന്നത് ഇതാണിപ്പോൾ, എൻ്റെ എല്ലാ അസുഖങ്ങളും മാറി,
ഞാൻ സന്തോഷവതിയായിട്ടിരിക്കുന്നു. പിന്നീട് എനിക്ക് ഒരു അലർജിയോ ചൊറിച്ചിലോ വ്രണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചേന സമർപ്പിച്ചിട്ട് താൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ മുന്നിലേക്ക് വന്ന തേജസ്വിയായ കാഷായ വസ്ത്രധാരി അത് മറ്റാരുമല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് ആ അമ്മ ഉറച്ചുറച്ച് വിശ്വസിക്കുന്നു. അമ്മ പറയുന്നതും അത് തന്നെയാണ്, എൻ്റെ മുന്നിൽ വന്നത് സാക്ഷാൽ ഗുരുവായൂർ കണ്ണനാണെന്ന്. അപ്പോൾ ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ രീതിയിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശംഖ് ചക്ര ഗദാധാരിയായിട്ടല്ല ഭഗവാൻ വരുന്നത്, മറ്റൊരു രൂപത്തിലായിരിക്കും. ഒരു മനുഷ്യ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് മറ്റൊരു രൂപത്തിലായിരിക്കും ഭഗവാൻ വരുന്നത്. അപ്പോൾ ഭക്തൻ്റെ വേദന ഭഗവാൻ കണ്ടില്ലെന്നൊരിക്കലും നടിക്കില്ല. തൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കാൻ ഭഗവാൻ അനുവദിക്കുകയില്ല. ആ ഭക്തൻ്റെ വേദന മാറ്റിയാൽ മാത്രമേ ഭഗവാന് സന്തോഷമുള്ളൂ. പക്ഷേ അതൊക്കെ ഒരു യഥാസമയത്ത് നടക്കേണ്ടതായ സമയത്ത് ഭഗവാൻ നടത്തി തരുമോ തീർച്ചയാണ്. അപ്പോൾ ഭഗവാനെ മുറുകെ പിടിക്കുക. ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ രക്ഷ നേടുവാൻ ആ ഭഗവാന്റെ കൃപാകടാക്ഷം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ വാഴ്ത്തുക, ഭഗവാനെ സ്തുതിക്കുക. ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.